പൊടിക്കണം. ആദ്യമായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. നോക്കുക എങ്ങനെയുണ്ടെന്നുള്ള. ഇത് ഭയങ്കര വൈറ്റമിനായി സാധനം കേട്ടോ. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആദ്യം ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു ജ്യൂസ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കിക്കോ. ആദ്യം ഇത് പൊളിച്ചെടുക്കണം. ഇത് പർപ്പിൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്സ് 2 സൈസുണ്ട്. പർപ്പിളും ഉണ്ട്, വൈറ്റും ഉണ്ട്. നമുക്ക് കിട്ടിയേക്കുന്നത് പർപ്പിൾ കളറാണ്. എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ. ആദ്യമേ ഇങ്ങനെ പൊളിച്ച് കളയണം. ഭയങ്കര ഹെൽത്തി ജ്യൂസാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സാണ്. ഇത് മലേഷ്യൻ ഫ്രൂട്ട്സാണ്. നമ്മുടെ ഇവിടെ ഇത് ഇപ്പം എല്ലാവരും നട്ട് ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. പണ്ട് ഒന്നും ഇതിൻ്റെ കൃഷി ഉണ്ടായിരുന്നില്ല. വാനില ആയിരുന്നുകൊണ്ട് വാനില കൃഷി കഴിഞ്ഞപ്പോൾ, ഡിമാൻഡ് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇതാണ് കൂടുതൽ എല്ലാവരും കൃഷി ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. ജ്യൂസിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കിയോ കേട്ടോ. ഇതിൻ്റെ പീസുകൾ എടുത്തിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇടണം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, കട്ട് ചെയ്ത് വെച്ചതെല്ലാം കൂടി എടുത്ത് മിക്സിയിലേക്ക് ഇടണം കേട്ടോ. മിക്സിയിലിട്ടിട്ട് ഇതിന് വേണ്ട പഞ്ചസാര, പാല്, ചിലർ ഇതിനകത്ത് പഴം ഇടും, ചിലർ നാരങ്ങ നീര്, ലെമണും കൂടി ഒഴിക്കുക. നമുക്ക് അങ്ങനെ ഏത് വിധത്തിലും അടിക്കാം. പിന്നെ ഇതിൽ ഷെയ്ക്ക് അടിക്കാം. ഷെയ്ക്ക് ആകുമ്പോൾ നമ്മൾ അതിന് എന്താ പറയുക, ഐസ്ക്രീം വേണം. ഐസ്ക്രീം ഇട്ടാണ് ഷെയ്ക്ക് അടിക്കുന്നത്. നമുക്കിപ്പോൾ ജ്യൂസായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഷെയ്ക്ക് ഭയങ്കര ഹെവി ആയതുകൊണ്ട് എപ്പോഴും കുടിക്കുന്നതുകൊണ്ട് ഞാനിന്നിപ്പോൾ ജ്യൂസായിട്ടാണ് കഴിക്കണേ. ഇപ്പം നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ പഞ്ചസാര ഇടണം. ഒരു 3 സ്പൂൺ പഞ്ചസാര ഇടണം. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് പാൽ ഒഴിക്കണം കേട്ടോ. പാല് കുറച്ചിങ്ങോട്ട് ഒഴിച്ച് താഴെ വെക്കാട്ടോ. എന്നാൽ നിറച്ചാകുമ്പോൾ മിക്സിയിൽ നിന്ന്